ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ്ഗിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ തേങ്ങ അരിച്ച് വെച്ച എഗ്ഗിൻ്റെ കറിയാണ് കേട്ടോ. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു വലിയ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ സവാള നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മുടെ സവാള കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടിത് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ കറിയിൽ ഇങ്ങനെ ഉള്ളീൻ്റെ ഇതൊന്നും കാണൂല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരിച്ചെടുക്കാം. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി 2 പച്ചമുളകുമാണ്. അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഇത് ഒരു അരമുറി തേങ്ങയാണ്. അത് ഫുള്ളും ഇല്ല. ഞാൻ ഇതേപോലെ ഒരു 2-3 കൈക്ക് മാത്രം ഇങ്ങനെ എടുത്തിടുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം. നമ്മൾ ഓവർ വെള്ളം ഒഴിച്ചാൽ തേങ്ങ നമുക്ക് നല്ലോണം അരിഞ്ഞ് കിട്ടില്ല. അപ്പം ഇതേപോലെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. പിന്നെ ഞാൻ ചേർത്തത് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നോർമൽ സാദാ റെഡ് ചില്ലി പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഞാനിതവിടെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ എഗ്ഗ് ഞാനിവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിയും ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. തക്കാളി ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുപോലെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് അതും വഴറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ആ മിക്സ് തേങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് നൈസ് പത്തിരി, പൊറോട്ട, ചപ്പാത്തി വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം. സിമ്പിളായിട്ട് നമുക്കിത് സംഭവം റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് എപ്പോഴാണ് നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കാരണം നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ശേഷം എഗ്ഗ് ഞാൻ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം 4 എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സൈഡിലായിട്ട് 4 എഗ്ഗിനും വരട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് എഗ്ഗിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറുകന് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പിൽ നല്ല കുറുകന് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ കുറച്ച് തിക്കിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബ്രെഡിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, നൈസ് പത്തിരി, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.